കണ്ണൂർ കോർപ്പറേഷൻ ഒടുവിൽ UDF അതിൻ്റെ മേയർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് പി ഇന്ദിര. ആദ്യം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പേര് അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ ആയിരുന്നു. ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം അഡ്വക്കേറ്റ് പി ഇന്ദിരയുടെ പേര് മേയറാണ് ആയി നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് പി ഇന്ദിര ഇപ്പം നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വലിയൊരു ടാസ്ക്കായിരുന്നു പയ്യാമ്പലത്ത് ജയിച്ചു കയറുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മേയർ പദവി വരുമ്പോൾ അതൊരു വലിയ ടാസ്ക്കായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലേ? വലിയ ടാസ്ക് അല്ല. നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമല്ല. നമ്മൾ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിൽ പാർട്ടിയുടെ സപ്പോർട്ടൊക്കെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കണ്ണൂരിൻ്റെ വികസനം അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം കണ്ണൂരിലെ ജനങ്ങളുടെ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. നല്ല രീതിയിൽ ജനങ്ങളെ സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണയാണ് കൗൺസിലറായി വരുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ ജനിച്ച അന്ന് മുതൽ കൗൺസിലറാണ്. അതിന്റെ ഒരു ഇതും കൂടിയുണ്ട്, ഗുണവും കൂടിയുണ്ട്. കണ്ണൂരിനെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ്. തീർച്ചയായും ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. എന്തായാലും അതൊരു മുതൽക്കൂട്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമ്മൾ ഒരുമിച്ച് നിന്ന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ കൂട്ടായ പ്രവർത്തനമാണ് എല്ലാത്തിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. അതിന് എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നിലവിലെ ഡെപ്യൂട്ടി മേയർ കൂടിയാണ്. അപ്പോൾ നിലവിലെ ഭരണസമിതി അത് തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുന്ന ഘട്ടത്തിലാണ് വലിയ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നത്. ഇനിയിപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മുടെ സിവേജ് പ്രൊജക്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിനകത്ത് എങ്ങനെയായിരിക്കും, അതിൻ്റെ കാര്യങ്ങളിലേക്ക് എങ്ങനെയായിരിക്കും നമ്മൾ നീങ്ങുക? അഴിമതി എന്ന് പറയുന്നതിലൊരു അർത്ഥവുമില്ല. അത് നമ്മൾ ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞല്ലോ. നമുക്ക് തന്ന റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെയും കൂടി ഒരു റിസൾട്ടാണ്. അഴിമതി എന്ന് പറയുന്നത് വെറുതെ ആർക്കും ആരൊക്കെതിരെയും അഴിമതി ആരോപണം ഉന്നയിക്കാം. അതിലൊന്നും യാതൊരു കഴമ്പുമില്ല. അതിനെ പറഞ്ഞ് നമ്മൾക്കൊരു ഭയവുമില്ല. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അഴിമതി പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാനൊന്നും വരണ്ട. കാരണം അങ്ങനത്തെ ഒരു അഴിമതി കണ്ണൂർ കോർപ്പറേഷനിൽ ഇതേവരെ നടന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇനി അവിടെ വെച്ചിട്ടുള്ള പദ്ധതി അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. പുതിയ ടെൻഡർ വിളിച്ച് അത് നടപ്പിലാക്കണം. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരു വളരുന്ന നഗരത്തിന് അതില്ലാതെ മുന്നോട്ട് പോകാൻ ഇനി സാധ്യമല്ല. അപ്പോൾ നല്ല രീതിയിലുള്ള എല്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും നല്ല രീതിയിലുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജനം, നല്ല രീതിയിലുള്ള ഒരു പദ്ധതികൾ കൊണ്ടുവരണം. നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനം. അതിനാണ് നമ്മുടെ MP ഇവിടെ പ്രഖ്യാപിച്ചു. നമ്മുടെ നയം എന്താണ്, നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന പദ്ധതി എന്താണെന്ന്. അത് നമുക്ക് MP കൂടെയുള്ളത് തന്നെ നമ്മൾ ഏറ്റവും വലിയ ശക്തിയാണ്. അപ്പോൾ MPയുടെ പദ്ധതിയും കണ്ണൂർ കോർപ്പറേഷൻ്റെ പദ്ധതിയും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് കണ്ണൂരിൻ്റെ വികസനം അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. വളരെ നന്ദി. ഏതായാലും മേയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, മേയർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്ന അഡ്വക്കേറ്റ് പി ഇന്ദിര നിലപാട് വ്യക്തമാക്കുകയാണ്. UDF അത് ഏകകണ്ഠമായി തന്നെ മുന്നോട്ട് പോകും. ഒപ്പം തന്നെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷൻ ഭരണത്തിൻ്റെ ഇതിനെ തടയാനുള്ള ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ അത് വിലപ്പോവില്ല എന്നുള്ളതും അഡ്വക്കേറ്റ് പി ഇന്ദിര പറയുന്നുണ്ട്. നിലവിലെ ഡെപ്യൂട്ടി മേയർ കൂടിയായിട്ടുള്ള ഇന്ദിര അതൊരു മേയർ പദവിയിലേക്ക് വരുമ്പോൾ പദവിയുടെ തുടർച്ചയാണ്. അത് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണത്തിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് UDF നേതൃത്വവും പറയുന്നത്. ക്യാമറാമാൻ രാജേഷ് വടയൂരിക്കൊപ്പം വിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ.